സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകിട്ട് സമാപിക്കും. കൊട്ടിക്കലാശത്തോടെയാകും പ്രചരണത്തിന് കൊടിയിറങ്ങുക. ദേശീയ സംസ്ഥാന നേതാക്കളെയെല്ലാം രംഗത്തിറക്കി അവസാന മണിക്കൂറുകളിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. രണ്ടു മാസത്തോളം നീണ്ട ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തിനാണ് ബുധനാഴ്ചയോടെ സംസ്ഥാനത്ത് കൊടിയിറങ്ങുന്നത്. കൊട്ടിക്കലാശത്തോടെയാകും വീറും വാശിയും നിറഞ്ഞു നിന്ന പ്രചാരണത്തിന്റെ സമാപനം. സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകളിൽ മൈക്ക് അനൗൺസ്മെന്റും റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ കളം നിറയും. കടുത്ത ചൂടിനെ പോലും തോൽപ്പിച്ചാണ് സ്ഥാനാർത്ഥികൾ ഇത്തവണ പോരിനിറങ്ങുന്നത്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 25 പേർ സ്ത്രീകളാണ്, പുരുഷന്മാർ 169. പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകിട്ട് 6-ന് അവസാനിക്കുമെങ്കിലും വോട്ടുറപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടവുകൾ ഇലക്ഷൻ ദിനം വരെ തുടരും. അടിയൊഴുക്കുകൾ അനുകൂലമാക്കാൻ അവർക്ക് തുടർന്നും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായാണ് മുന്നണികൾ ഈ തിരഞ്ഞെടുപ്പിന് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായ ഓരോ വോട്ടും പെട്ടിയിൽ വീഴിക്കാനുള്ള പരിശ്രമത്തിലാണ് നേതാക്കളും അണികളും. വോട്ട് ചെയ്യാൻ മാത്രമായി സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരും വിദേശത്തു നിന്നുള്ളവരുമെല്ലാം നാട്ടിലെത്തുന്നുണ്ട്. 26-ന് കേരളം വിധിയെഴുതുമെങ്കിലും ഫലമറിയാൻ 1 മാസത്തിലധികം കാത്തിരിക്കണം. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.